നല്ലപോലെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ 2 കാലിൽ പോവാം, അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് എവിടെ പോവുള്ളൂ. സത്യം പറയടാ. സത്യം പറയടാ. എന്നാ പറ. എന്താണ് ഈ പന്നി കാണിക്കണം? സത്യം പറയടാ. നീ മിമിക്രിക്കാരനാണ്. നീ പെണ്ണിന്റെ ശബ്ദത്തിൽ ഫോൺ ചെയ്തിട്ട് ആണുങ്ങളൊക്കെ പറ്റിക്കുന്നുണ്ട് കേട്ടല്ലോ. അയ്യോ സാറേ, ഞാൻ ആണുങ്ങളോടൊന്നല്ല, ഞാൻ അങ്ങനെ സംസാരിക്കാറ് പോലും ഇല്ല. അപ്പൊ പെണ്ണുങ്ങളോട് സംസാരിക്കാറുണ്ട് അല്ലേ? നീ ബിന്ദുവിനെ വിളിച്ചിട്ട് പാട്ട് പാടി കൊടുക്കാറുണ്ടോ? അത് പിന്നെ എന്റെ കുടുംബത്തിലെ ബന്ധുക്കളെല്ലാം ഞാൻ വിളിക്കും. ബന്ധുക്കൾ പൈസ നീ സൂറനെ ഫോണില് വിളിക്കാറുണ്ടോ? സൂറയല്ല, സൂറ സൂറ. ശരി ശരി ശരി. അപ്പൊ നീ ആരെയും വിളിച്ചിട്ടില്ല? ശരി, അതൊന്ന് കേൾപ്പിച്ചു കൊടുത്തേ. ആരെയും വിളിച്ചിട്ടില്ല അല്ലേ? കേൾപ്പിച്ചേരാം. നിന്റെ തിങ്കളാഴ്ച നോയം പിന്നെ മുടക്കും ഞാൻ. നിന്റെ തിങ്കളാഴ്ച നോയം പിന്നെ മുടക്കും ഞാൻ. സത്യമായിട്ടും മുടക്കും ഞാൻ. ഏതോ മിമിക്രിക്കാരെ എന്റെ ശബ്ദം അനുകരിച്ച് പാടിയിരിക്കുന്നതാണ്. നിന്റെ ശബ്ദം അനുകരിക്കാൻ നീ ആരാ? സിനിമ ശരി, അത് നിന്നെ അനുകരിച്ചതാണ്. ഇതൊന്ന് കേക്ക്. കുളിക്കാൻ പോവാണ്, എന്നൊന്ന് വീഡിയോ കോൾ ചെയ്യോ പ്ലീസ്. ഇനിയുണ്ട് സാർ? ഇനിയുണ്ടോ? അയ്യോ അതിനല്ല, ഈ കുളിക്കുമ്പോ ഏത് സോപ്പാണ് ഉപയോഗിക്കുന്നത്? ഷാമ്പു ഉപയോഗിക്കോ, പിന്നെ ഓയിൽ ഉപയോഗിക്കോ, പിന്നെ ചൂടുവെള്ളത്തിലാണോ പച്ചവെള്ളത്തിലാണോ കുളിക്കുന്നതെന്നൊക്കെ ഒന്ന് അറിയാം. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നിനുമല്ല. വയറ്റാട്ടിയാ. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ, സത്യം പറയണേ. ഇപ്പൊ എന്തോ ഡ്രസ്സായിട്ടെ പറ പ്ലീസ്. സത്യം പറയില്ല സാറേ, എത്ര ചോദിച്ചിട്ടും പറയില്ല. എന്താ കേസ്? ഈ പെണ്ണുങ്ങളൊക്കെ ഫോണിൽ വിളിച്ചിട്ട് ശല്യപ്പെടുത്താം, പൂവാല ശല്യം. സാറേ, വീഡിയോ കോളൊക്കെ വിളിച്ചിട്ടേ ആൾക്കാർ പൈസ മേടിക്കാം. ഭയങ്കര ക്രിമിനലായി. തെളിവ് കയ്യിലുണ്ട്, എന്നിട്ട് ചോദിച്ചിട്ട് കുറ്റം സമ്മതിക്കില്ലേ അവൻ? ഒരു കാര്യം ചെയ്യ്, തൽക്കാലം കൂടെ മാറ്റി കിടന്നു. എല്ലാവരും സമ്മതിക്കണല്ലോ സാറേ. പിന്നെ ചെയ്യാം, തൽക്കാലം കൊണ്ട് മാറ്റി. ഒരു കാര്യം സംസാരിക്കാണ്ട്, എന്നിട്ടേ എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വാട്ടോ. ഓത്ത് പോലത്തെ എനിക്ക് എന്താ പറ്റി സാറേ? അല്ല, ഒരു ടെൻഷൻ കാണാണ്ട്. അവരൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ, ഇത് പറയാം. അതേ, ഒരു പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട്. എന്താ സാർ? ഇനി മുതൽ എല്ലാ സ്റ്റേഷനുകളിലും CCTV ക്യാമറ സ്ഥാപിക്കണം. എന്ത്? ഇവിടെയൊക്കെ എല്ലായിടത്തും CCTV ക്യാമറ വെക്കണം. ഇനി മുതൽ ഒരു പ്രതികളുടെ നേരെ നമുക്ക് അനാവശ്യമായിട്ട് വിരൽ ചൂണ്ടാൻ പോലും പറ്റില്ല. ഒരാളെ അടിക്കരുത്, ഇടിക്കരുത്, എന്തിന് ചീത്ത വാക്കുകൾ പോലും പറയാൻ പാടില്ല. തെറി വിളിക്കലൊന്നും ഇനി നടക്കില്ല കേട്ടോ. എന്റെ സാറ് 2 തെറിയും പറഞ്ഞ് 2ഉം കൊടുക്കാതെ പിന്നെ എന്തൊരു പോലീസ് സ്റ്റേഷൻ. അപ്പൊ അത് തന്നെയല്ലേ ഞാനും ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കുന്ന. ഇവന്മാരൊക്കെ 2 ഇടി ഇടിക്കാതെ ആര് സത്യം പറയാനാ? സാറേ, 150 ഇടിയാ ഞങ്ങൾ 3 ആൾ കൂടി ചേർന്ന് ആ പന്നീനെ ഇടിച്ച്. എന്നിട്ട് ഓൻ സത്യം പറഞ്ഞില്ല. അറിയാം നിങ്ങൾക്ക് എന്ത് ചെയ്യും? എന്താ കാട്ടത്? അല്ല സാറേ, ഇത് ഒരു റൂമിൽ മാത്രമല്ലേ വെക്കുള്ളൂ? ഒരു റൂമിൽ മാത്രമൊന്നല്ലേ, സ്റ്റേഷനിലെ എല്ലാ മിക്ക സ്ഥലങ്ങളിലും, അതായത് കോറിഡോറില്, അതേപോലെ നമ്മുടെ റിസപ്ഷനില്, സ്റ്റേഷന്റെ പുറകു സൈഡ്, ഇത് ഇവിടെ വരെ വെക്കും എന്ന് പറയുമ്പോ ലോക്കപ്പിലും വെക്കും. എന്തൊരു കോപ്പിലെ നിയമങ്ങളാണ് ഈ വരണേന്നാണ് ആലോചിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണേ, ഒരു സെന്റൻസിൽ 3-4 തെറി പറയണമായി.
ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. സാറേ ഇത് കുറ്റം സമ്മതിക്കാത്ത ആളുകളെ പിന്നെ നമുക്ക് എന്ത് ഭാഷ പറയാൻ പറ്റും? അതൊക്കെ ശരിയാണ്, അതൊക്കെ ശരിയാണ്. അല്ലെങ്കിൽ തന്നെ പോലീസിന് നാട്ടിലെ പലരുടെ ഇടയിൽ ഒരു വിലയില്ല. ഇനി തെറി പറയാനും അടിക്കാനും പാടില്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്ഥിതി ഭയങ്കര കഷ്ടമാണ്. പ്യാരിന്റെ കഥ അറിയില്ല നിങ്ങൾക്ക്? സ്കൂളിലെ കുട്ടികളെ തല്ലരുന്നുള്ള നിയമം വന്നപ്പോ ആ മാഷും പണി ഒഴിവാക്കിയിട്ട് തല്ലാൻ മുട്ടിയിട്ട് ഇവിടെ വന്ന് പോലീസിൽ ചേർന്നാണ്. ഈ പോലെന്താക്കൂ? ക്യാമറ മൂടി വെച്ചിട്ട് ഇടിച്ചാ പോരെ? ഒരു പരിപാടിയും നടക്കില്ല. ഈ ദൃശ്യങ്ങളിൽ കൃത്രിമം കാണിക്കാതിരിക്കാൻ വേണ്ടി വിഷ്വൽസ് സംസ്ഥാന ഡാറ്റാ സെന്ററുകളിൽ സൂക്ഷിക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഒരു കളി നടക്കൂല അല്ലേ സാറേ? ഒരു കളി നടക്കില്ല എന്ന് തന്നെയല്ല, മാന്യമായിട്ട് പെരുമാറണം. അതെ, കാരണം നല്ല പുള്ളികളാണല്ലോ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ മാന്യമായിട്ട് പെരുമാറണം. ഒരു ചീത്തവാക്കും പറയരുത്, അടിക്കരുത്, ഉപദ്രവിക്കരുത്. അപ്പൊ തല്ലാനും പാടില്ല, തെറി പറയാനും പാടില്ല. പിന്നെ പോലീസ് സ്റ്റേഷൻ. ഇയാളുടെ നാക്കൊന്ന് ശ്രദ്ധിച്ചോട്ടോ, നല്ല പണി കിട്ടും. അല്ല സാർ, അത് എന്നപ്പോ ഫിറ്റ് ചെയ്യത്? 2 ദിവസത്തിനുള്ളിൽ സംഗതിയൊക്കെ ഇവിടെ വരും. അതിനു മുൻപ് വല്ല തെളിയിക്കാനുള്ള കേസൊക്കെ ഉണ്ടെങ്കിൽ ഇടിച്ച് പറയിപ്പിച്ചോ അവനെ കൊണ്ടൊക്കെ. വന്ന് സാറേ 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. എല്ലാം തെളിവും കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവൻ പറയുന്നില്ല. യൂണിഫോമൊക്കെ മാറ്റി വല്ല ലോഹം എടുത്തിടാറുന്നു. കുറ്റം സമ്മതിച്ചില്ല, പിന്നെ എന്തിനെ ഇടിക്കണ? നിന്നോട് ആരാളിപ്പോ കുറ്റം സമ്മതിക്കാൻ പറഞ്ഞു? ഞാൻ പറയുമ്പോ സമ്മതിച്ചാ മതി. സാറേ, ഞാൻ കുറ്റം സമ്മതിച്ച്. ഈ പഞ്ചായത്തിലുള്ള എല്ലാ തെറ്റും ഞാനാണ് ചെയ്തത് സമ്മതിച്ച്. പിന്നെ എന്തിനാണ് ഈ സാറന്മാരെ കേട്ടിരിക്കണേ? നീ വന്ന സമയം കറക്റ്റായി ആണ്. നിങ്ങൾ അത്യാവശ്യം ഇടിയൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞല്ലോ. പിന്നെ 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഇവിടെ ഈ CCTV ക്യാമറ വരിക. പിന്നെ ഞങ്ങൾക്ക് ഈ പ്രതികളെ ഇടിക്കാനോ അടിക്കാനോ കുത്താനോ ചീത്തവാക്ക് പറയാനോ അനാവശ്യം പറയാനോ ഒരു പരിപാടി നടക്കില്ല. അപ്പൊ അതിന്റെ ഇടിയുടെ ഒരു സെൻഡ് ഓഫാ സത്യം പറഞ്ഞത് ഞങ്ങൾക്ക്. ഞാനിവിടുത്തെ SI ആ. അപ്പൊ നമുക്കും ഒരു ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ ഒന്നുമില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഒരു 2 അടി കേട്ടോ, ഒരു 2 അവർ SI അല്ലോ കേട്ടോ. അത്രേ ഉള്ളൂ. ഒന്നുമില്ല.